വെൽക്കം ടു ഹനാസ് കുക്കിംഗ് വേൾഡ്. ഹനാസ് കുക്കിംഗ് വേൾഡിൽ ഉണ്ടാക്കാൻ പോകുന്നത് റൈസാണ്, സുർബിയൻ റൈസ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. 4 സവാള ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് കാഷ്യൂറ്റും റൈസിൻസും അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളയിൽ നിന്ന് പകുതി സവാള നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഞാൻ കുറച്ച് ചെറുതാണ് എടുത്തിട്ടുള്ളത്, ഒരു 20 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു ചിക്കൻ ക്യൂബ് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണിത്. നല്ലൊന്ന് പേസ്റ്റ് പോലെ നരച്ചെടുക്കുക. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു മീഡിയം സൈസ് 2 പൊട്ടാറ്റോ കൊണ്ട് എടുത്തിട്ടുണ്ട്. നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി 1 മണിക്കൂർ വെക്കണത് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി. അപ്പോൾ റൈസ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്, ബിഗ് സൈസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, 4 ഏലക്കായ, 2 കറാമ്പൂവ്, ഒരു സ്റ്റാർ, ഒരു ലെമൺ, ഡ്രൈ ലെമൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ബസ്മതി റൈസ് ഇവിടെ എടുത്തിട്ടുണ്ട്, 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ്. നമുക്ക് ഈ വെള്ളത്തിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഒരു പാൻ ഇവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച കുറച്ച് ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. 4 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പോൾ റൈസ് വെന്തിട്ടുണ്ട്, നമുക്കൊന്ന് വാർത്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ മിക്സിലേക്ക് നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച ഓണിയൻ കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ മേലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാൻ 95% വേവിച്ച റൈസാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഓയിലുണ്ടായിരുന്നു, ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ച ഓയിൽ, അപ്പോൾ അതൊരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ റൈസിന് ഒരു ഓയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടത് യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ കാഷ്യൂറ്റും റൈസിൻസും ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇട്ടൊന്ന് മൂടി വെക്കുക. ഒരു 10 മിനിറ്റ് ഒന്ന് ഇങ്ങനെ അടച്ച് വെക്കുക. ചെറിയ തീയിലാക്കിയിട്ട് വേണം അടച്ച് വെക്കാൻ. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ റൈസൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ സുർബിയൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.